ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻസ് ഉള്ളൊരു ദിവസമാണ്, നമ്മുടെ വീക്കെൻഡ് അല്ലേ. പക്ഷെ സൺഡേസ് പൊതുവെ കുറച്ച് ലേറ്റ് ആയിട്ടേ എണീക്കാറുള്ളൂ. എല്ലാ സൺഡേസും ഇതുപോലൊന്നും അല്ല, പക്ഷേ മിക്ക സൺഡേസിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ രാവിലെ ഫ്രഷായി നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എഗ് സാൻഡ്വിച്ച് ആയിരുന്നേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. ബ്രെഡും ചീസ് സ്ലൈസൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആണല്ലോ അത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് സോയാബീൻ ആട്ടെ ഉണ്ടാക്കുന്നത്. സോയ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കയറിയതാണേ. പക്ഷെ കുക്കിങ്ങും വീഡിയോ എടുപ്പും രണ്ടും കൂടി കുറച്ച് പണിയായിരുന്നേ. ഒട്ടും വിട്ടുകൊടുത്തില്ല, പക്ഷെ കുറച്ച് ക്ലിപ്സ് മിസ്സായിപ്പോയി. ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ കുക്കർ വെച്ചു, അതിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് വഴട്ടിയെടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴട്ടിയെടുത്ത് ഇച്ചിരി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു കുഴ പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് സോയാബീൻ നേരെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം. അങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലെ സോയാബീൻ റെഡിയാവും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ക്ലിപ്പിങ്സ് എനിക്ക് മിസ്സായിപ്പോയി. കുട്ടികളുള്ള മിക്ക വീടുകളിലും കാണുന്നൊരു ചാനലാണല്ലോ ഇത്. പിന്നെ കൃഷ്ണയുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് മാറി. ഒരാൾ തൂക്കുമ്പോൾ മറ്റൊരാൾ തുടയ്ക്കും. അതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഇന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ മാറിയേ. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഫുഡ് കഴിച്ചത് തന്നെ 2:30 കഴിഞ്ഞു. പിന്നെ നല്ല കാച്ചിയ മോരും ഞാൻ ഉണ്ടാക്കിയ സോയാബീനും പിന്നെ കുറച്ച് ചമ്മന്തിയും മുട്ട വറുത്തതും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഒരു ഊണായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് സൺഡേ അല്ലേ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയേ. അത് കഴിഞ്ഞ് ഉണർന്നപ്പോഴാണ് കേക്ക് ഉണ്ടാക്കുന്നവരെ ഓർത്തത്. നാളെ December 1 അല്ലേ. അപ്പോൾ December ആയിട്ട് ഫസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും കുറേ കാലമായിട്ട് അവർ ചോദിക്കുന്നതാണ് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുമോയെന്ന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന. അപ്പോൾ അതങ്ങ് ആയിക്കോട്ടെന്ന് വിചാരിച്ച്. എൻ്റെ ഓവനും സാധനങ്ങളും എല്ലാം വീട്ടിലിരിക്കുന്നതുകൊണ്ട് അതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ആകെപ്പാടെ കയ്യിൽ ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ബീറ്റർ ഉണ്ടായിരുന്നു, അത് മാത്രം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് വെച്ച് ഉള്ളതുപോലെ ഒരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഈ കേക്ക് ഞാൻ കുക്കറിലാട്ടോ ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ വിചാരിച്ചു കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമോ, ഫ്ലോപ്പായി പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാളായി ഒന്നാമത് കേക്ക് ഉണ്ടാക്കിയിട്ട്, പിന്നെ ഞാൻ കുക്കറിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, സക്സസ് ആയി ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു കോംപ്ലാൻ കേക്കാട്ടോ. ഒരു ഉടായ്പ പരിപാടിയാണ്, എന്നാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കേക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും കഴിക്കാൻ പറ്റും, എല്ലാവർക്കും കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ ഇത് ഞാൻ 1 കിലോയുടെ അളവനുസരിച്ചാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 4 മുട്ട ഞാൻ യോക്കും വൈറ്റും വേർതിരിച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര, അതായത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പിൻ്റെ കുറച്ചുകൂടെ മുകളിലായിട്ടായിരിക്കും അളവെടുക്കുന്നത്. ഇപ്പം ഗ്ലാസ് ആട്ടോ യൂസ് ചെയ്തത്. എൻ്റെ മെഷർമെൻറ്റ് കപ്പൊന്നും ഇവിടെ ഇരിപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് എടുത്തത്. ആ ഗ്ലാസിൻ്റെ ഞാനൊരു 1/4 മുകളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചെടുത്തത് അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. പിന്നെ പൊടികൾക്കായിട്ട് ഞാൻ മൈദയാണ് എടുത്തത്. മൈദ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ട്, എന്നുവെച്ചാൽ 1 ഗ്ലാസ് മൈദ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഞാനൊരു 4 സ്പൂൺ കോരി മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ മൈദയ്ക്ക് പകരമായിട്ട് കുറച്ച് കോംപ്ലാൻ ആഡ് ചെയ്തു. ആ കോംപ്ലാൻ ആഡ് ചെയ്തിട്ട് അതൊരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു സ്പൂൺ, അതായത് 1 ടീസ്പൂൺ ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത്
നല്ല രീതിയിൽ അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഈ അരിച്ചു വെച്ചേക്കുന്ന മിക്സ് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തെടുത്തത് നേരെ ഒരു കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ എണ്ണ തടവി അതിലേക്ക് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തതിനകത്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നേരെ ഒരു പാനിൻ്റെ മുകളിലേക്ക് കുക്കർ എടുത്ത് വെച്ച് ഒരു 45 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എനിക്ക് കുക്ക് ചെയ്തെടുത്ത വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, പകരം ഞാൻ കട്ട് ചെയ്ത വീഡിയോ ആട്ടോ കാണിക്കുന്നത്. കുറച്ച് ഞാൻ പീസ് എടുത്തിട്ട് കൃഷ്ണയ്ക്ക് കൊടുത്തായിരുന്നേ, പിന്നെ ബാക്കി ഞാൻ കട്ട് ചെയ്ത് ഓഫീസിലും കൊണ്ടുപോയി. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാട്ടോ വന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നേ. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒരു സിനിമയ്ക്ക് പോയി കേട്ടോ. നേരെ സെൻട്രൽ സ്ക്വയറിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞങ്ങളൊരു മൂവി കണ്ടേ. മൂവി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഗസ് ചെയ്തു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.